ഹായ് ഫ്രണ്ട്സ്, സോദിന്റെ കലവറയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണം നടത്തിയായിരുന്നു. അത് എന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പം മുഖം ചുളിക്കുമായിരിക്കും. മുട്ട ഫ്രൈ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, മുട്ട ഫ്രൈ ഒക്കെ നമ്മൾ എന്നും കഴിക്കുന്നതല്ലേ, ഇതിന് എന്തോ സ്പെഷ്യൽ ഇരിക്കണം. അങ്ങനെയല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിലൊന്നും ഒരു കാര്യവുമില്ല, അത് ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളും യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ ഈ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഉള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മുട്ട ഫ്രൈയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അതിനു വേണ്ടി 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണമെന്ന് പറഞ്ഞില്ലേ, അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് ഒരു സവാളയുടെ പകുതിയേ ഉള്ളൂ. പകുതി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. അതുപോലെ ഒരു 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് ചേർക്കുക. മുട്ടയുടെ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ എണ്ണവും കൂട്ടി കൊടുക്കുക. അടുത്ത മൂന്നാമതായിട്ട് കറിവേപ്പില. ഞാനിവിടെ 1 അല്ലി കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തേക്കുന്നത്, അത് ചേർക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ള പൊടി കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉപ്പ് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ല. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇതിൽ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ഇടാം. തേങ്ങ ഇഷ്ടമായിട്ടുള്ളവർക്ക് ഇതിനകത്ത് തേങ്ങ ഇടാം. എനിക്ക് തേങ്ങ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഇതിൽ തേങ്ങ ഇട്ടും കൂടെ ചെയ്താൽ, തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു മുട്ട കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നല്ല ഒരു മിക്സിങ് ഇവിടെ ആവശ്യമാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായ ശേഷമേ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ആ ഒരു സൈഡ് നമുക്ക് വെന്ത് കിട്ടാൻ കുറച്ച് സമയം വേണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വേവട്ടെ. വെന്തിട്ട് നമുക്ക് മറിച്ചിടാം. ആ ഒരു ഫ്രണ്ട് സൈഡിലൊരു ചെറിയൊരു നനവ് പോലെ ആകത്തില്ലേ, ആ സമയത്ത് നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ നമുക്ക് മറിച്ചിടാനുള്ള ആ ഒരു ടൈമിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മുട്ട മറിച്ചിടാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നല്ലതുപോലെ വെന്തിട്ടല്ലേ മറിച്ചിട്ട്. അപ്പം മറ സൈഡ് അത്ര വലുതായിട്ട് വേവിക്കേണ്ട, ചെറിയൊരു ചൂടിൽ ഇട്ട് വേവിച്ചാൽ മതി. നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രീതിക്കുള്ള ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാൻ വേറെ ആരെങ്കിലും വിളിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അനുജ വന്നിട്ടുണ്ട്. അവളെയാണ് ഞാൻ വിളിക്കുന്നത്. അനുജ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. താങ്ക്സ്. എന്തായാലും ഞാൻ കൂടെ കുറച്ചൊന്ന് കഴിച്ചു നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സാധാരണ മുട്ട പൊരിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും കഴിക്കാനും പറ്റി, കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? 100% ഇത് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് വിഘ്നേശ്വര മീഡിയ TV എന്നാണ്. അപ്പോൾ മറ്റൊരു കുക്കിങ്ങുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.
ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. നമുക്കിവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രാ ഓറൽ ക്യാമറ. ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതർ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംപ്ലാന്റോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ്. സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും. രാവിലെ 9:30 മുതൽ രാത്രി 8 മണിവരെയാണ് പരിശോധനാ സമയം. കൂടുതൽ വിശദവിവരങ്ങൾക്ക് 9605 395695 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.